ഹിമമുറിഞ്ഞ് ചുഴി പിണഞ്ഞ കടലിൽ അങ്ങകലെ പാറക്കൂട്ടങ്ങളിൽ തല തല്ലിക്കീറിയ തിരയിൽ നിലയില്ലാ കയത്തിൽ തകർന്നൊരു കപ്പൽ. യാത്രികരാകുലർ, ശബ്ദം പറ്റിയ അഗതികൾ, റബ്ബിനെ തേടും പ്രാർത്ഥികർ, ശീതം വഹിച്ചെത്തിയ കാറ്റിൽ അല്ലലകറ്റും നറുപുഞ്ചിരിയിൽ, മഞ്ഞിന്റെ ധവളിമ തലപ്പാവിൽ എങ്ങു നിന്നോ ഒരു കപ്പിത്താൻ. ഉടഞ്ഞ കപ്പൽ ഉടച്ചുവാർക്കും ദൃഢധീരന്മാരാശക്തി ഉടനുറുങ്ങുവെട്ടത്തിൽ കപ്പിത്താനമരത്ത്. ദിക്കുതെറ്റാതെ യാനപാത്രം, പരിക്കു പറ്റാതെ യാത്രികർ, അയന വഴിയാഴിയിൽ ഉപചാപക കൊടുങ്കാറ്റ്, ഊർന്നിറങ്ങും മിന്നൽ പിണർ. ഒറ്റുകാർ മൂർച്ചയുള്ള കൊമ്പുമായി തിമിംഗല രൂപം പൂണ്ട് കപ്പലിലടിച്ചിട്ടും ശാന്തമന്ദസമീരനായി തഴുകി കടൽ ചൊരുക്കില്ലാതെ യാനപാത്രം നീക്കി കപ്പിത്താൻ. കാന്തപുരം എന്നൊരീ കപ്പിത്താൻ. Truly he is the one, he has no father or son. Truly he is the one, he has no father or son. Everything in creation was by him begun. Everything in creation was by him begun. With his infinite power, anything could be done. With his infinite power, anything could be done. Ask Allah for his pardon, Ask Allah for his pardon, and you'll enter the garden. Allahu, 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 Allahu. ചരിത്രത്തിൻ്റെ ദിശാപഥങ്ങളിൽ ത്യാഗോജ്വലമായ അധ്യായങ്ങൾ കൊണ്ട് ധന്യമാണ് സാംസ്കാരിക കേരളം. വൈദേശികാധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തി നാടിൻ്റെ അസ്തിത്വവും ചരിത്ര പൈതൃകവും പരിരക്ഷിച്ച പാരമ്പര്യത്തെ ഇന്നും മാറോടണയ്ക്കുന്ന ഹരിത കേരളം ജ്ഞാനസമൃദ്ധിയാൽ എക്കാലവും ലോകത്തിന് മാതൃകയാണ്. ദൈവത്തിൻ്റെ വരദാനമെന്ന് ലോകം പ്രശംസിച്ച കേരളത്തിൻ്റെ വിജ്ഞാന ഭൂപടത്തെ അനന്തവിസ്തൃതിയിലെത്തിച്ചതിൽ കഴിഞ്ഞകാല പണ്ഡിതന്മാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. സാഹിത്യവും രാഷ്ട്രീയവും സാമുദായിക സമവാക്യങ്ങൾക്ക് പുതിയ പാഠഭേദം രചിച്ചപ്പോൾ കേരളീയതയെ നന്മയുടെ നറുവിജ്ഞാനത്തിൽ പ്രോജ്വലിപ്പിച്ചു നിർത്തിയതിൽ പണ്ഡിതന്മാർക്കുള്ള പങ്ക് അനന്യവും അവർണ്ണനീയവുമാണ്. കുഞ്ചനും തുഞ്ചനും കുമാരനാശാനും വള്ളത്തോളും ബഷീറുമൊക്കെ കേരളത്തിൻ്റെ സാഹിത്യ ഭൂപടത്തിന് നിയതമായൊരു പ്രതലം ഭാവാത്മകമായി സൃഷ്ടിച്ചെടുത്തപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമും ഉമർ ഖാദിയും മമ്പുറം തങ്ങളും ഖാദി മുഹമ്മദുമൊക്കെ സത്യസനാതന വിജ്ഞാന വിപ്ലവം കൊണ്ട് കേരളത്തെ പ്രകാശദീപ്തമാക്കി. സ്നേഹത്തിൻ്റെ സമുത്കൃഷ്ടമാർന്ന പാതയും വഴിയും സ്വജീവിതം കൊണ്ട് വരച്ചിടുകയും സ്വരാജിൻ്റെ ഭദ്രമായ സംസ്കൃതിക്ക് ധൈഷണികമായ നേതൃത്വം നൽകുകയും ചെയ്ത പണ്ഡിത പ്രവരന്മാരാണ് സാമുദായികവും സാംസ്കാരികവുമായ നവോത്ഥാന വിപ്ലവത്തിനും വിജ്ഞാന മുന്നേറ്റത്തിനും കളമൊരുക്കിയത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തിരികൊളുത്തിയ വിജ്ഞാന വിളക്കിൽ നിന്നും പ്രകാശം നുകർന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ പ്രകാശപൂർണമായ അധ്യായങ്ങൾ രചിച്ചത്. മഹിതമായൊരു ദർശനത്തെ കാലത്തിൻ്റെ മുന്നേറ്റ ചുവടുകൾക്കൊത്ത് പരിപക്വമായി പ്രചരിപ്പിച്ചതിലും
കേരളീയ മുസ്ലിങ്ങൾക്ക് ആദർശാവബോധം നൽകിയതിലും സമസ്ത പണ്ഡിതന്മാർ നിർണായക പങ്ക് വഹിച്ചു. ഈ പണ്ഡിത മുന്നേറ്റത്തിന് ധൈഷണികവും സംഘടനാപരവുമായ നേതൃത്വം വഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദായിരുന്നു. ചെറുപ്പത്തിലെ വിജ്ഞാന വിസ്മയത്തിൻ്റെ തേരിലേറി മാതൃകാപരമായ ജീവിതത്തിലൂടെ സ്വന്തം പാത തെരഞ്ഞെടുത്താണ് കാന്തപുരം കർമ്മമണ്ഡലങ്ങളെ ധന്യസുഹൃതമാക്കിയത്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിധാനിച്ച സമസ്തയുടെ സരണിയെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടും വഴി കാന്തപുരം കൂടുതൽ സുദൃഢവും സുതാര്യവുമാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനകീയ അടിത്തറയുണ്ടാക്കുന്നതിനും വിശ്വാസത്തിൻ്റെ വിചാരധാരയിൽ വിഷലിപ്തമായ മുള്ളുകൾ വിതറിയ ബിദ്ഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുന്നതിലും കാന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങളും വാക് വൈഭവവും വലിയ സ്വാധീനം ചെലുത്തി. ഇസ്ലാമികാദർശത്തെയും ആശയത്തെയും യുക്തിയുടെ ഉരക്കല്ലിലുരസി മഹിതമായ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച് നവോത്ഥാനത്തിൻ്റെ നായകരാവാൻ കൊതിച്ചവരുടെ കാപട്യവും രാഷ്ട്രീയ നയരാഹിത്യവും കാന്തപുരം സമൂഹത്തിനു മധ്യേ തുറന്നുകാട്ടി. നന്മയുടെ പ്രഭാതങ്ങൾ സ്വപ്നം കാണുന്നവർക്കും വിജ്ഞാന വിപ്ലവത്തിൻ്റെ അനന്ത ചക്രവാളങ്ങൾ കൺതുറക്കെ കാണാൻ ആഗ്രഹിച്ചവർക്കും കാന്തപുരം നവങ്ങളായ ജാലകങ്ങൾ തുറന്നുകൊടുത്തു. കാലത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിച്ചാണ് കാന്തപുരം കാലത്തോടൊപ്പം സംവദിച്ചു മുന്നേറുന്നത്. ഓരോ ചുവടുവെപ്പും നിർണായകവും സുനിശ്ചിതവുമായിരുന്നു. അനന്യമായ നേതൃപാടവവും അചഞ്ചലമായ വിശ്വാസവും നിശ്ചയദാർഢ്യവും സത്യത്തിനോടും ധർമ്മത്തോടുമുള്ള സത്യസന്ധമായ പ്രതിപത്തിയുമാണ് കാന്തപുരത്തിൻ്റെ പ്രയാണവീഥിയെ നീതിനിഷ്ഠവും സുന്ദര സുരഭിലവുമാക്കിയത്. നേതൃപാടവത്തിൻ്റെ അനന്യമായ ഗുണത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മനസ്സിലൂടെ. കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസ് സഖാവത്ത് സുന്നിയ എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തെ വളരെ അടുത്തറിഞ്ഞ് ഭരണത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വളരെ അടുത്തറിയുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നോക്കിക്കാണുന്നത്? ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് തന്നെ സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭമായിട്ടാണ് മർക്കസിൻ്റെ പ്രവർത്തനത്തെ ഇന്നത്തെ സമൂഹം നോക്കിക്കാണുന്നത്. മതേതരത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാമുദായിക മൈത്രിക്ക് വേണ്ടിയിട്ടുമുള്ള പതാക ഉയർത്തിപ്പിടിക്കുവാൻ മർക്കസിന് സാധിച്ചു എന്നതാണ് മർക്കസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാമുദായിക സ്പർദ്ധക്കിടവരുത്തുന്ന ഒരു സംഭവത്തിലും മർക്കസോ അതിൽ ഉൾപ്പെടുന്നവരോ പങ്കാളികളായി എന്നൊരു ആക്ഷേപം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല. സ്വന്തം മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിനും ആ മതവിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് സ്വന്തം മത അനുയായികളെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരുന്നതിനും മർക്കസ് വളരെയധികം പരിശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. മർക്കസ് എന്ന സ്ഥാപനം പടുത്തുയർത്തുന്നതിനും ധാരാളം പേരെ മർക്കസിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മതപഠനം ചെയ്യിക്കുന്നതിലുമെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർ നേതൃത്വപരമായ പങ്കാണ് കഴിഞ്ഞ കാലത്തൊക്കെ വഹിച്ചു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വലിയൊരു ശിഷ്യസമ്പത്തിനെ നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ദേശീയ തലത്തിലും ഇന്ന് മുസ്ലിം ലോകത്തും അദ്ദേഹം വളരെയധികം അംഗീകാരം നേടുകയും അറബ് രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വളരെയധികം അനുയായികളെ സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിൻ്റെ വാഗ് വൈഭവവും അദ്ദേഹത്തിൻ്റെ വിവിധ ഭാഷാ പാണ്ഡിത്യവും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, പണ്ഡിതോചിതമായി സ്വീകരിക്കുന്ന നിലപാട്, ഇതിനെല്ലാം ഫലമായിട്ട് മറ്റ് പലരിൽ നിന്നും അദ്ദേഹത്തെ വേർതിരിച്ച് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും നല്ല ഒരു സംഘാടകൻ കൂടിയാണ് ശ്രീ അബൂബക്കർ മുസലിയാർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത്തരത്തിലൊരു സംഘടനാ കഴിവ് കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മർക്കസിനെ ഇത്തരമൊരു ഉയരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലുള്ള അനിതര സാധാരണമായൊരു സംഘടനാ പാടവം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം വഴി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പലപ്പോഴും മതപരമായിട്ടുള്ള വൈര്യങ്ങൾ ഉടലെടുക്കുമ്പോഴും സാമുദായികമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും
വർഗീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും മതസൗഹാർദ്ദത്തിന് വേണ്ടി രംഗത്തിറങ്ങുവാൻ ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർ എപ്പോഴും നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം അനുയായികളുള്ള ഒരു സ്ഥാപനത്തെയും ഒരു സംവിധാനത്തെയും ഉണ്ടാക്കാൻ സാധിച്ച ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർക്ക് കേരളത്തിൻ്റെ പൊതുപുരോഗതിയിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും സാധിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. പ്രവാചക പാരമ്പര്യവും പൈതൃകവും നെഞ്ചിലേറ്റി പായക്കപ്പലേറി വന്ന സ്വാത്വിക ഹൃദയങ്ങളുടെ ധന്യപൂർണമായ പാത പിൻപറ്റിയാണ് കാന്തപുരം തൻ്റെ സഞ്ചലനം സുതാര്യമാക്കിയത്. ഓരോ ചുവടുവെപ്പും സന്മാർഗത്തിൻ്റെ വിശാലവീഥിയിൽ വ്യതിരിക്തമായ അടയാളങ്ങൾ സൃഷ്ടിച്ചു. ആ അടയാളങ്ങൾ അവഗണിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നവോത്ഥാനത്തിലേക്കുള്ള ചിഹ്നങ്ങളായിരുന്നു. കാന്തപുരത്തിൻ്റെ കാലടിപ്പാടുകൾ കാലം ഹൃദയത്തോടടുപ്പിച്ചു നിർത്തിയപ്പോൾ കേരളം കാതോർത്ത നവോത്ഥാന നായകൻ പിറക്കുകയായിരുന്നു. ഒരു നിയോഗം പോലെ, പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹീത ദാനം പോലെ കാന്തപുരം കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെയും സാമുദായിക മേഖലയെയും നേതൃപരമായ കയ്യാളലോടെ മാറ്റിയെടുത്തു. മത സാമൂഹിക ജീവകാരുണ്യ തൊഴിലധിഷ്ഠിത വിജ്ഞാനരംഗത്ത് തനതും സുവ്യക്തവും വ്യതിരക്തവുമായ പാഠങ്ങൾ, പ്രവർത്തന പദ്ധതികൾ, സാമുദായിക മുന്നേറ്റങ്ങൾ ഷെയ്ഖ് അബൂബക്കർ അനുഭവജ്ഞാനത്തിലൂടെ ആർജിച്ചെടുത്തു, ലോകത്തിന് മാതൃകാപരമായി സമർപ്പിച്ചു. മർക്കസിലൂടെ കാന്തപുരം സൃഷ്ടിച്ച സംഭാവനകൾ വിസ്മയവും വിജ്ഞാനപ്രബുദ്ധവുമാണ്. മികച്ച നേതൃഗുണത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാന്തപുരമെന്ന് ജനാബ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിലയിരുത്തുന്നു. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന വലുത് തന്നെയാണ്. മാത്രമല്ല, അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉണ്ട്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ഒരാളുമാണ് ഞാൻ. മർക്കസു സഖാഫത്തി സുന്നിയയിലൂടെ തുടക്കം കുറിച്ച ഈ അജയ്യ വിപ്ലവം ലോകത്തിൻ്റെ നാനാദിക്കുകളിലും പ്രകാശരേഖയായി കടന്നു ചെന്നു. AP എന്ന ദ്വയക്ഷരത്തെ ആളിലും അർത്ഥത്തിലും ലോകം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് വർത്തമാന കേരളത്തിന് പറയാനുള്ളത്. സമകാലിക സമൂഹം കാന്തപുരത്തെ വീക്ഷിക്കുന്നതും അനുപമവും അനിഷേധ്യവുമായ സുഹൃത ജന്മമായിട്ടാണ്. സമസ്തയുടെ സമുന്നത സാരഥി എന്നതിലുപരി ആഗോള ഇസ്ലാമിക പണ്ഡിതപ്രവരൻ, അനാഥകളുടെ സംരക്ഷകൻ എന്ന ഖ്യാതി കൂടി കാന്തപുരത്തിന് ലോകം നൽകിയ അംഗീകൃത മുദ്രയാണ്. വിജയസോപാനത്തിൻ്റെ രാജരഥ്യങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോഴും ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും അനുഗ്രഹീതമായ വ്യക്തിവൈശിഷ്ട്യത്തിൻ്റെയും പ്രകടിതമായ ജീവിതമാണ് കാന്തപുരം നയിക്കുന്നത്. തന്നെ ആശ്രയിക്കുന്നവർക്ക് അത്താണിയും അഭയകേന്ദ്രവുമായി ആ കരങ്ങൾ അശരണർക്കും അനാഥകൾക്കും നേരെ സഹായഹസ്തവുമായി നീണ്ടുചെന്നു. ആ കരസ്പർശത്തിൻ്റെ മായികതയിൽ വേദനകൾ കറുതിയായി, പതിനായിരങ്ങൾ സായുജ്യം പൂണ്ടു. കനൽപഥങ്ങളിലൂടെ നടന്നു നീങ്ങിയാണ് കർമ്മകുശലതയുടെ കരുത്തുറ്റ പാഠങ്ങൾ കാന്തപുരം കേരള സമൂഹത്തിന് കാണിച്ചു കൊടുത്തത്. കൊടുങ്കാറ്റുകൾ കണക്കെ ഉയർന്ന ആരോപണങ്ങളിലും അടിപതറാതെ അബൂബക്കർ മുസ്ലിയാർ ആത്മധൈര്യത്തോടെ ആരുടെയും തുണയില്ലാതെ
അചഞ്ചലനായി നടന്നു നീങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ അപാരാനുഗ്രഹങ്ങൾ അലംഘനീയമായി അദ്ദേഹത്തെ തേടിയെത്തി. അറബ് നാടുകളിലും അതിനു പുറത്തും അനിഷേധ്യതയുടെ ആൾരൂപമായി മാറി. ആരാലും ആ സാന്നിധ്യത്തിൻ്റെ അരികുപറ്റാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. കാന്തപുരത്തിൻ്റെ വ്യക്തിവൈശിഷ്ട്യം ആരാലും പ്രശംസനീയമാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ NK പ്രേമചന്ദ്രൻ്റെ വാക്കുകളിൽ: ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்கள் ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മത നേതൃത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നതിനും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട അഭിവന്ദനായിട്ടുള്ള കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും രാജ്യാന്തര രംഗത്തും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിലൊന്നാണ് ബഹുമാനപ്പെട്ട അഭിവന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ. താങ്കൾ മർക്കസ് സന്ദർശിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അവിടുത്തെ വിദ്യാഭ്യാസ രീതിയെ താങ്കൾ വീക്ഷിക്കുന്നത്, നോക്കിക്കാണുന്നത്? ഞാൻ മർക്കസ് അടക്കം ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ രക്ഷകർത്തൃത്വത്തിന് കീഴിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സന്ദർശിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അനാഥരായിട്ടുള്ള, യത്തീങ്ങളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ അവർക്കൊക്കെ ഭക്ഷണവും താമസ സൗകര്യവും വിദ്യാഭ്യാസ സൗകര്യവും കൊടുത്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട സാമൂഹ്യ സേവന പ്രവർത്തനമാണ് മർക്കസ് എന്ന മഹത്തായ സാംസ്കാരിക പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന് പ്രദാനം ചെയ്യുന്നത്. ആലംബഹീനരും സാധാരണക്കാരുമായിട്ടുള്ള പാവപ്പെട്ട സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമൂഹ്യമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് മർക്കസിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള വ്യക്തി വൈശിഷ്ട്യം ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനാ പാടവം തന്നെയാണ്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഉള്ളൊരു ധാരണ എല്ലാവർക്കും. ആ ധാരണ അദ്ദേഹം തിരുത്തി കുറിച്ചു. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്നദ്ധ സേവനത്തിൻ്റെയും സന്ദേശവാഹകരാകണം യഥാർത്ഥ സത്യവിശ്വാസ പ്രസ്ഥാനമായ ഇസ്ലാമിൻ്റെ പിൻഗാമികൾ എന്ന ആ ഒരു വിശ്വാസം, ദൗത്യം ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികവുറ്റ സംഘടനാ പാഠവും അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. നവോത്ഥാനത്തിൻ്റെയും നവീനവാദത്തിൻ്റെയും പേരിൽ പുറകോട്ടു മാറ്റിയ ഇസ്ലാമിക തത്വസംഹിതകളുടെ നേരറിവുകളും പ്രവാചക ജീവിതത്തിൻ്റെ തെളിവാർന്ന ചരിത്രങ്ങളും കാന്തപുരം സമൂഹത്തിന് സലക്ഷ്യം തുറന്നു കാണിച്ചതോടെ പ്രവാചക സ്നേഹത്തോടും പ്രകീർത്തനങ്ങളോടും മുഖം തിരിച്ചു നിന്നവർ പോലും തിരുറസൂലിനോടുള്ള ആദരവിൽ പുനർവിചിന്തനത്തിന് വിധേയരായി. ഹുബ്ബുർ റസൂലിൻ്റെ മധുരതരവും ആസ്വാദ്യകരവുമായ സ്നേഹക്കൂട്ടായ്മയിൽ നിഷേധികളും വിശ്വാസികൾക്കൊപ്പം ആശ്വാസവും ആത്മസംതൃപ്തിയും കണ്ടെത്തി. കേരളത്തിൻ്റെ ചുരുക്കം പാർശ്വങ്ങളിലൊതുങ്ങിയതല്ല കാന്തപുരത്തിൻ്റെ കാൽപെരുമാറ്റങ്ങൾ. ഇന്ത്യയുടെ എല്ലാ അതിർത്തികളും ഭേദിച്ച് ലോകരാഷ്ട്രങ്ങളിൽ വരെ ആ ധൈഷണിക സാന്നിധ്യത്തെ ആദരവോടെ എതിരേൽക്കുന്നു. ഓരോ മർക്കസ് സമ്മേളനവും ലോകപണ്ഡിതന്മാരുടെ സംഗമവേദികളാണ്. പ്രശസ്തരും പ്രഗത്ഭരുമായ പണ്ഡിത പ്രതിഭകളുടെയും ആത്മജ്ഞാനികളുടെയും അപൂർവ സംഗമത്തിന് വേദിയൊരുക്കാൻ കാന്തപുരത്തിനു മാത്രമേ കേരളീയ പണ്ഡിതന്മാർക്കിടയിൽ കഴിഞ്ഞിട്ടുള്ളൂ. മർക്കസും കാന്തപുരവും എന്നും അനുഭൂതിയുടെ അനശ്വര വാതായനങ്ങളാണ് തുറന്നിടുന്നതെന്ന് ഡോക്ടർ KT ജലീൽ. കേരളത്തിൻ്റെ മത, സാമുദായിക, സാമൂഹ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ അനന്യസാധാരണമായ നേതൃപാടവത്തോടെ നിറഞ്ഞു നിൽക്കുന്ന
ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഷേഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവറുകൾ. മുതഅല്ലിമുകൾ, അതുപോലെ തന്നെ മതാധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മതപഠന രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളവർ, ഇവർക്കൊക്കെ സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനവും മാന്യതയും നേടിക്കൊടുത്തു എന്നുള്ളതാണ് അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ സ്തുത്യാർഹമായ നേട്ടങ്ങളിൽ ഒന്നായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നാട്ടിലെ പ്രമാണിമാരുടെ മുമ്പിൽ, നാട്ടിലെ സമ്പന്നരുടെ മുന്നിൽ ഒക്കെ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മതപഠന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റിതര മതപണ്ഡിതന്മാരിൽ നിന്ന് കാന്തപുരം ഉസ്താദിനെ വ്യതിരക്തനാക്കുന്നത്. സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു പുറത്തു വരുന്നവർക്ക് ജീവിക്കുവാൻ, മാന്യമായി ജീവിക്കുവാനുള്ള ഉപജീവനത്തിൻ്റെ വഴികൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അത് തേടിപ്പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലും കാന്തപുരം ഉസ്താദിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക് നിരവധി അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ നിർലോഭമായ പ്രാർത്ഥനയും സഹായ സഹകരണവുമാണ് ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിനും സ്ഥാപനങ്ങൾക്കും മുന്നോട്ടു പോകാൻ വളരെ കൂടുതൽ ശക്തി പകരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മർക്കസിൻ്റെ വാർഷികമടക്കമുള്ള പരിപാടികളിൽ ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. കേവലം ഒരു മതസംഘടനയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതീതിക്കപ്പുറം ഒരു അനുഭൂതി പ്രസ്തുത സന്ദർഭങ്ങളിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. ഇസ്ലാമിൻ്റെ തനതു ആശയങ്ങളെ നേരാംവണ്ണം ജീവിതത്തിൽ പകർത്തി സമൂഹമധ്യേ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലവും പ്രതിഫലനവുമായാണ് കാന്തപുരത്തെ ലോകപണ്ഡിതന്മാർക്കിടയിൽ ആദരണീയനും അനിഷേധ്യനുമാക്കിയത്. മതരംഗത്തു മാത്രമല്ല പ്രതിഭാധനനായ കാന്തപുരത്തിൻ്റെ മേൽവിലാസം ലിഖിതപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലും രാഷ്ട്രീയ തലത്തിലും കാന്തപുരം ശ്രദ്ധാകേന്ദ്രമാണ്. വിശ്വസിക്കുന്ന ആദർശത്തെ ബലികഴിക്കാതെ നേരറിവിൻ്റെ പാതയിൽ നിന്നു തന്നെ രാഷ്ട്രീയപരമായ അവബോധവും നയനിലപാടുകളും എടുക്കാൻ ഷെയ്ഖ് അബൂബക്കറിനാവുന്നുണ്ട്. വലതും ഇടതുമെന്ന വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഭരണാധിപരും മർക്കസിലെത്തി കാന്തപുരത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തയ്യാറാവുന്നു. മാറി മാറി വരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ കാന്തപുരത്തിൻ്റെ വാക്കുകളും നിലപാടുകളും ഏറെ സ്വീകാര്യവും അവസരോചിതവുമാണെന്ന് കേരളം നൽകുന്ന വൃത്താന്തമാണ്. വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിൻ്റെ പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മർക്കസിലെത്തി. അപ്പോൾ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ നേരെ വിപരീതമാണ് സത്യം. ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മഞ്ചേരിയിലെ TK ഹംസയുടെ വിജയത്തിന് സഹായകമായ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അങ്ങ് നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു സുന്നി വിഭാഗം അവർക്ക് കൃത്യമായ പിന്തുണ നൽകി CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എന്നുള്ളത് കൊണ്ടാണ്. അത് ശരിയാണോ? അതിൻ്റെ മുമ്പ് പാരമ്പര്യമായി വിജയിച്ചു വന്നിരുന്ന പാർട്ടികളുടെ നയവൈകല്യം ആണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ആ നയവൈകല്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൂടാ എന്ന്
ഞങ്ങളുടെ ആളുകൾ തീരുമാനിച്ചതും ശരി തന്നെയാണ്. താങ്കളുടെ വിഭാഗത്തിൻ്റെ ഒരു ശക്തി കൂടിയായി, സ്വാധീനം കൂടിയായിട്ട് അതിന് വ്യാഖ്യാനിച്ചൂടെ? ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ ശക്തി വളരെ വ്യക്തമായി അതിലെല്ലാം പ്രകടമായിട്ടുണ്ട് എന്നതിൽ സംശയം ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഇവിടെ സുശക്തമാണ്, വളരെ ഭദ്രമാണ്. അവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലെല്ലാം ഒരു നയവും നിർദ്ദേശവും വ്യക്തമായി ഉണ്ട്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. പലപ്പോഴും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ, എങ്കിൽ പിന്നെ താങ്കളുടെ വിഭാഗം കൈക്കൊള്ളുന്ന നിലപാടുകൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളുന്ന ചില നിലപാടുകളാണ്, കൃത്യമായൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന നിലപാടല്ല എന്ന് നിങ്ങളുടെ വിമർശകർ നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാശ്വതമായ ഒരു അവസ്ഥയിൽ ഉറച്ചു നിന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അവരും രാജ്യത്ത് നന്മ എന്താണോ അതാണ് അവർ സ്വീകരിക്കുന്നത്. കൂട്ടുകെട്ടുകളും മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ല, ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഞങ്ങളതിന് തയ്യാറുമല്ല. ഒരു മതപ്രവർത്തകൻ, ഒരു മതനേതാവ് കൂടിയാണെങ്കിലും അണികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അതേ, അണികൾ രാജ്യത്തിൻ്റെ നന്മക്ക് അനിവാര്യമായത് ചെയ്യണമെന്ന് ഞങ്ങൾ അണികളെ പഠിപ്പിക്കുന്നവർ തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പുറകോട്ട് പോവുകയല്ല. വളരെയധികം നന്ദി. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും കാന്തപുരത്തോട് എന്നും അടുത്ത ബന്ധമാണെന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സാക്ഷ്യം. എനിക്ക് വളരെയധികം മതിപ്പുള്ളൊരു സ്ഥാപനമാണ് മർക്കസിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര സേവന സ്ഥാപനങ്ങളും എല്ലാം. എനിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്നതിനും പല പരിപാടികളിലും സഹകരിക്കുന്നതിനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സേവനം, അത് വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ആധ്യാത്മിക രംഗത്തും അദ്ദേഹം ചെയ്യുന്ന വലിയ സംഭാവനകൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ പല വിധത്തിലുള്ള ഉന്നമനത്തിന്, മനുഷ്യ നന്മയും സമുദായ സൗഹാർദ്ദവും അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. ഞങ്ങളൊന്ന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഞാൻ പിന്നെ അധികാരത്തിലുണ്ടെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാം അദ്ദേഹം ഒരേ നിലയിലാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. ആ സ്നേഹത്തിനും വാത്സല്യത്തിനും ധാരാളം വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു. പ്രതിസന്ധികൾക്കൊപ്പമാണ് പ്രതിഭയുടെ മിന്നലാട്ടമെന്നത് കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ ആശങ്കക്ക് വകയില്ലാത്തതാണ്. പഠനകാലത്തു തന്നെ ആഭിജാത്യത്തോടെയുള്ള പ്രവർത്തന വീതിയിൽ വേറിട്ടൊരു കാഴ്ചപ്പാട് പുലർത്തിയ കാന്തപുരം വെല്ലൂരിലെ മതകലാലയത്തിൽ വെച്ച് നിറം കൊടുത്ത സ്വപ്ന ചിത്രങ്ങളെ യാഥാർത്ഥ്യമാക്കിയെടുത്താണ് ലോകചരിത്രത്തിൽ പുതിയൊരു ഭൂപടം എഴുതിച്ചേർത്തത്. തൻ്റെ സർഗാത്മകതയുടെ പാണ്ഡിത്യ സഞ്ചാരത്തിന് ആത്മീയ പ്രപഞ്ചത്തിലെ പ്രകാശ നക്ഷത്രങ്ങൾ താങ്ങും തുണയുമായി എന്നത് കാന്തപുരം നേടിയ അലൗകിക ജ്ഞാനത്തിൻ്റെ നിറസാക്ഷ്യമാണ്. ആത്മീയ വിഹായസ്സിലെ അനശ്വര ദീപങ്ങളായ ഷെയ്ഖ് മടവൂരും വടകരയും കുണ്ടൂരും കക്കിടിപ്പുറവുമെല്ലാം ഷെയ്ഖ് അബൂബക്കറിൻ്റെ ജൈത്രയാത്രയെ അനുഗ്രഹിച്ചവരാണ്. താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ സഹസാന്നിധ്യം ആ മഹാമനീഷിയുടെ പ്രവർത്തന ഭൂമികയെ ആത്മീയതയുടെ പ്രകാശവഴിത്താരയാക്കുന്നുണ്ട്. പഠിച്ച പാഠങ്ങളെ കാലത്തിൻ്റെ പ്രയാണഗതിക്കൊത്ത് പ്രബുദ്ധതയോടെ അവതരിപ്പിക്കുന്നിടത്താണ് കാന്തപുരം കർത്തവ്യപുരുഷനും നിഷ്കാമ കർമ്മയോഗിയുമാകുന്നത്. സ്ഥാനമാനങ്ങളെ വരിക്കുന്നതിലല്ല, തേടിയെത്തുന്ന ബഹുമതികളെ വിനയാന്വിതനായി കാണുന്നതിലാണ് തൻ്റെ വിജയം കൊടികൊള്ളുന്നത്. പണ്ഡിതന്മാർക്കും പാണ്ഡിത്യത്തിനും വിലപേശിയിരുന്ന കഴിഞ്ഞ കാലത്ത്
പാണ്ഡിത്യത്തിൻ്റെ ഉൾക്കരുത്ത് ചോർന്നു പോകാതെ പണ്ഡിതധർമ്മം നേരാംവണ്ണം പഠിപ്പിച്ചു കൊടുക്കാനും പണ്ഡിതൻ സമൂഹത്തിൻ്റെ ചാലകശക്തിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഉസ്താദിന് സാധിച്ചു. PTA റഹീം MLA. വളരെ ചെറിയ ഒരു നിലയിൽ നിന്ന്, ഒരു ദർസിൽ നിന്ന് വളർന്നു വന്ന് സമൂഹത്തിൻ്റെ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ, എല്ലാവിധ പ്രശ്നങ്ങളിലും ഒരു വാക്ക് പറയാനുള്ള അർഹത അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മർക്കസിൽ ചെന്നാൽ അതിന് ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ കാണാൻ സാധിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ആണ് വസ്തുത. വേറെ ആർക്കും ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല. ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ, മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, അവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, എന്തൊരു വലിയ വ്യക്തിപ്രഭാവങ്ങളാണത്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനല്ല ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. 1000-കണക്കിന് പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച അവരുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പല സ്റ്റേജുകളിൽ അവരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു. യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എത്ര വിമർശിച്ചവരും എത്ര എതിർത്തവരും മുമ്പിൽ ചെന്നാലും സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ആ മനസ്സുണ്ടല്ലോ, അതെവിടുന്ന് കിട്ടിയെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമിയിൽ നിന്നും. കേരളത്തിന്റെ ഐശ്വര്യമാണ് ഇത്. വളരട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത്, ഒരു ബഹുമത സമൂഹത്തിൽ ഇസ്ലാം, മുസ്ലിം അതെങ്ങനെ പ്രവർത്തിക്കണം, അതെങ്ങനെ സമുദായത്തിന് ഗുണകരമാകണമെന്ന് അറിയാവുന്ന ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കരുത്തനായ മുസ്ലിം നേതാവായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. കേരളീയ സമൂഹത്തിന്റെ ചിന്താമണ്ഡലങ്ങളിൽ ധാർമ്മിക വിപ്ലവത്തിന്റെ വിജ്ഞാന പാഠങ്ങൾ ധീരോദോത്തമായി അവതരിപ്പിക്കുന്നതിൽ കാന്തപുരത്തെയല്ലാതെ ചരിത്ര കേരളം മറ്റാരെയും സ്മരിക്കാനിടയില്ല. അസാധാരണമായ നേതൃപാഠവും അഗാധജ്ഞാനവും ആശയഗാംഭീര്യതയും സർവരാരും ആദരിക്കപ്പെടുന്ന ആകാരഭംഗിയും പാണ്ഡിത്യത്തിന്റെ പ്രൗഢിയുമെല്ലാം സുസജ്ജമായി സമ്മേളിച്ച അനുപമ വ്യക്തിത്വമായി കാന്തപുരം കടന്നു വരുമ്പോൾ നവോത്ഥാന കേരളം തേജോമയമായ പുതിയ പ്രഭാതങ്ങളെയാണ് പുൽകുന്നത്.
ഇതാണ് പാണ്ഡിത്യബോധം. അസ്തമയ സൂര്യന്റെ തങ്കശോഭയോടെ കണ്ണിന് കുളിരായി കാഴ്ചയുടെ നിറഭേദങ്ങൾക്ക് വിരുന്നൊരുക്കിയുള്ള ഈ സഞ്ചാരം കൽപ്പാന്തകാലത്തോളം തുടർന്നുകൊണ്ടേയിരിക്കും. തമ്പുരാനെ നീ തുണയ്ക്കും ഈ മഹാനിലെന്നുമേ തളർച്ചയേറ്റിടല്ലേ റബ്ബേ കാന്തപുരമുസ്താദി.